ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ബനാന ബ്രെഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം, കാരണം ഒത്തിരി നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബ്രെഡാണിത്. ഒരു കേക്ക് പോലെ ഇരിക്കും, പക്ഷെ ദാറ്റ് ഈസ് ഒരു ബനാന ബ്രെഡാണ്. നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ, അതുപോലെ തന്നെ വിശക്കുമ്പോൾ ഇടയ്ക്കൊന്നും എടുത്ത് കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനു വേണ്ട ചേരുവകൾ: 420 ഗ്രാംസ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് പൂവമ്പഴമാണ്. അത് 850 ഗ്രാംസ് ഉണ്ട്. എത്ര നന്നായിട്ട് പഴുക്കുന്നോ അത്രയും നല്ലതാണ്. ബട്ടർ 226 ഗ്രാംസ് അല്ലെങ്കിൽ 1.5 കപ്പ് 250 ml. ഇനി നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര. അത് ഞാൻ എടുത്തിരിക്കുന്നത് 360 ഗ്രാം അഥവാ 1.5 കപ്പ്. 4 വലിയ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴമെല്ലാം നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്യാമേ. അത് ഫോർക്ക് വെച്ചിട്ട് നല്ല ഒടച്ചെടുക്കണം. എത്രമാത്രം ഉടക്കാവോ അത്രമാത്രം നന്നായിട്ട് അങ്ങ് ഉടച്ച് എടുക്കണം. ഇടയ്ക്ക് ചെറിയ കട്ട വേണ്ടവർ ഉടക്കൽ കുറച്ചോ കേട്ടോ. പിന്നെ പൂവമ്പഴമോ റോബസ്റ്റ പഴമോ നമുക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം കേട്ടോ. റോബസ്റ്റ ആണെങ്കിൽ ഒരു 8 വലിയ റോബസ്റ്റ പഴമാണ് എടുക്കേണ്ടത്. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഒത്തിരി പഴം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇത്രയും എടുത്തതാണേ. ഇവിടെ കൊല ഉണ്ടായതാണ്. അപ്പോൾ ആ കൊല വെച്ചിട്ട് ഞാൻ പഴം ചീത്തായി പോവാതിരിക്കാൻ വേണ്ടി ഇത്രയും പഴം എടുത്ത് ഉണ്ടാക്കി. അങ്ങനെ പഴമൊക്കെ നന്നായി സ്മാഷ് ചെയ്തു. ഇനി നമുക്ക് മൈദയിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ സിനമൺ പൗഡർ അല്ലെങ്കിൽ പട്ടപ്പൊടി, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. അത് ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല, പിന്നീട് ഞാൻ ഇടും. അപ്പം ഇത് മൊത്തം എല്ലാം കൂടി സ്വിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കുകയോ സ്വിഫ്റ്റ് ചെയ്യുകയോ എല്ലാം കൂട്ടി യോജിപ്പിക്കണം. ഞാൻ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചു. സോ നെക്സ്റ്റ് പ്രൊസീജിയർ മിക്സിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ബട്ടർ എൻ്റെ കിച്ചൺ എയ്ഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ കിച്ചൺ എയ്ഡ് എടുത്തത്. കിച്ചൺ എയ്ഡ് ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ബട്ടർ നന്നായിട്ട് സോഫ്റ്റൻ ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അതും ലോ സ്പീഡിലായിരിക്കണം, കാരണം അല്ലെങ്കിൽ ഷുഗർ അവിടെ എല്ലാം പറന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പിലെല്ലാം വീഴും. അപ്പോൾ അതുകൊണ്ട് ലോ സ്പീഡിൽ കുറേശ്ശെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മുഴുവനും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ആവണം. ഈ ഷുഗറും ബട്ടറും കൂടി നന്നായിട്ട് മിക്സായി തരി ഒട്ടുമില്ലാതെ മിക്സ് ആവണം. പഞ്ചസാരയൊക്കെ മൊത്തം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈ സ്പീഡിൽ ആക്കി. നന്നായി ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സ്പാറ്റില വെച്ചിട്ട്. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോ മുട്ട വെച്ച് അങ്ങനെ 4 മുട്ടയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ നന്നായിട്ടങ്ങ് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൊത്തം ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നേരത്തെ ഇട്ട് കൊടുക്കേണ്ട ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്, ഞാൻ മറന്നുപോയതാ. ശരിക്കും സ്വിഫ്റ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ പരിപാടിയാണ്. പൊടി ഇട്ട് കൊടുക്കുക, മൈദ ഇട്ട് കൊടുക്കുക. അത് ലോ സ്പീഡിൽ വേണം ഇട്ട് കൊടുക്കാൻ. കുറേശ്ശെ ലോ സ്പീഡിൽ ഇട്ട് കൊടുക്കുക. മൊത്തം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, കിച്ചൺ ഏരിയയിൽ നിന്ന് മാറ്റുക. ഇൻ ബിറ്റ്വീൻ ഞാൻ ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓൺ ചെയ്തിടുകയാണ്. 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ ഓൺ ചെയ്തിടുക.
ബൗൾ ഞാൻ കിച്ചൺ ഏരിയയിൽ നിന്ന് മാറ്റി. എന്നിട്ട് ഞാൻ ആ സ്പാറ്റുല വെച്ചിട്ട് അത് നന്നായിട്ട് എല്ലാം മൊത്തം ബ്ലെൻഡ് ആവുന്നത് വരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് റോസ്റ്റഡ് കാഷ്യൂ നട്ടും കൂടി ഞാനിതിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഉള്ളത് ഓണം പോലെ ഞാനത് വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഈ ബാറ്റർ ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് പകർത്തുകയാണ്. ബേക്കിംഗ് ട്രേ ബട്ടർ തൂകി മൈദ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ബാറ്റർ മൊത്തം പകർത്തുകയാണ്. ഇനി നമുക്ക് ആ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ ബബിൾസും കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടി ഞാൻ സ്ക്യൂർ വെച്ചിട്ട് ഞാൻ ആ ബാറ്ററിലൊന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ കൂടി കൊടുക്കാം. റോസ്റ്റഡ് കാഷ്യൂ നട്ടും ബദാമും കൂടി ഞാൻ ഒന്നും മുകളിലിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ റിച്ച്നെസ് കൂട്ടണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ബാറ്ററിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. സോ നമ്മുടെ ബനാന ബ്രെഡ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിൽ വെച്ചു. 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് റെഡിയായി. ടോട്ടൽ 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ എടുത്തു. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറിക്കാൻ പോവുകയാണ്. മുറിച്ച് ഞാൻ അതിൻ്റെ ഒരു പീസ് നോക്കി. എന്താ നല്ല മയവുമാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണേ. സോ ബൈ, ലവ്ലി നസ്രത്ത്.